നടക്കുന്ന ഭർത്താവും അവന്റെ ഭാര്യയും തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു. അതിമനോഹരമായി എല്ലാവരും കൂടി തിരക്കഥ തയ്യാറാക്കി. ഇനിയിപ്പം അതിന് നല്ലൊരവസാനം വേണം. മഹിക്ക് വേണ്ടി അടുത്ത കെണിയൊരുക്കുന്ന കാര്യം പറയാനായിരിക്കും അവൻ വിളിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ അവനെ കാണാൻ പോകുന്നത്. നീ എന്തായാലും കാർത്തികേയനായിട്ട് ഇവിടെ കുറച്ച് ദിവസം കാണുമല്ലോ. നിന്നെ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്തോളാം. ശരി സാർ. സാഗറിനെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ അവസരം തരുന്നത് നിനക്കായിരിക്കും. സാർ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. നീ തൽക്കാലം പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. അവൻ കയറി വരുമ്പോഴേ എന്നെ മാത്രം കണ്ടാൽ മതി. അനന്ത് സാർ വിളിച്ചിരുന്നു. അവനെന്തിനാ സാർ സാറിനെ കാണണമെന്ന് പറഞ്ഞത്? ഒന്നും അറിയില്ല. അവനിന്ന് മിക്കവാറും ഇവിടെ നിന്ന് പോവും. ഇവിടെ വന്നതിന് ശേഷം ശരീരം സെറ്റായെന്നാണ് തോമസ് സാറ് പറഞ്ഞത്. ഓ, അതായിരിക്കും അവനെന്നെ വിളിപ്പിച്ചത്. അവനെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവാൻ, എന്നിട്ട് അടുത്ത തന്ത്രങ്ങൾ മെനയാനായിരിക്കും. ഇവിടെ വെച്ച് ഞാനുമായിട്ട് ഇടഞ്ഞ കാര്യം സാറിനോട് പറഞ്ഞായിരുന്നല്ലോ. അതിനുശേഷം മഞ്ജു വന്ന് അവന് വയറ് നിറച്ച് കൊടുത്തായിരുന്നു. മഹി മാത്രമല്ല, സാഗറും സൂക്ഷിക്കണം. നീയോ എന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. എനിക്കറിയാം സാറേ, അവനെപ്പോലെ ഒരുത്തനെ ഇനി ഞാനും മഞ്ജു ഒന്നും പേടിക്കാൻ പോകുന്നില്ല. മാർക്കോ ഇത്തിരി ദയ കാണിച്ചതുകൊണ്ടാ അവൻ ഇത്ര പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് വന്നത്. അല്ലെങ്കിൽ മാസങ്ങളോളം കിടപ്പിലായി പോയേനെ. പിന്നെ തോമസ് സാറിന്റെ മരുന്നിന്റെ ശക്തി അറിയാലോ, അതും അവനെ തുണച്ചിട്ടുണ്ട്. ഇനി അവനെന്നെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ മാർക്കോയെ വിളിച്ചാൽ മതിയെന്ന് മാർക്കോവിനോട് പറഞ്ഞിരിക്കുക. മിക്കവാറും അവന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് മേഘം തീരും. എനിക്കിനി അവനെ പേടിയില്ല സാഗറെ. എന്റെ മഹിക്കും കുഞ്ഞിനും ഒരബദ്ധം ഉണ്ടാവാൻ പാടില്ല. സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്ത എന്റെ രണ്ടാനമ്മയുടെ അനന്തരവനവൻ. മഹി മരിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാ സ്വത്തുക്കളും എനിക്ക് വന്നു ചേരും. അവന്റെ പെങ്ങളെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച പിന്നെ സ്വത്തുക്കളൊക്കെ അവനും ഉണ്ണിക്കും കിട്ടിയ പോലെയാ. അതുകൊണ്ട് മഹി എന്ത് വില കൊടുത്തും അവൻ ഇല്ലാതാക്കാൻ നോക്കും. അത് മുൻകൂട്ടി അറിയാൻ അവൻ വിളിക്കുമ്പോഴൊക്കെ വന്നേ പറ്റൂ. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ സാഗറെ. നീ എത്തിയോ? എന്തിനാ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? എന്നോട് ഇവിടുന്ന് പൊക്കോളാൻ തോമസ് സാറ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോ? ഇവിടെ വെച്ചല്ല, നമുക്ക് പുറത്തെവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ വെച്ച് സംസാരിക്കാം. എനിക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. തൽക്കാലം ഇനിയിപ്പോ നിന്റെ ഡ്രൈവർ വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. കണ്ണാ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതിന് നിന്റെ ഉപദേശം എനിക്ക് വേണം. അല്ല, അത് ഇവിടെ നിന്ന് പറഞ്ഞ പോരെ? ഏയ്, അത് പോരാ. എനിക്കെന്തോ ഇവിടെ ഇരിക്കുമ്പോ ഒരു വീർപ്പ് മുട്ടൽ പോലെ. ജീവിതത്തില് ഞാൻ ഇത്രയും സംഘർഷം അനുഭവിച്ചിട്ടില്ല. അതിന് കാരണം എന്താടാ? അതിന് കാരണം നീ തന്നെയാടാ. എന്താന്നറിയില്ല, ഒരുപാട് ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിലുപരി എന്തൊക്കെയോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക. നിനക്കിപ്പോ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമായിരിക്കും. എടാ, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ.
അതൊരു പ്രശ്നം തന്നെയാ. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നീയായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാ വന്നത്. അല്ല, തോമസ് സാർ നിന്നെ കണ്ടായിരുന്നോ? ഇല്ല. ആ, അദ്ദേഹത്തിന് മഹാലക്ഷ്മിയോട് ഇപ്പൊ ഭയങ്കര ദേഷ്യ. നിന്നെ വഞ്ചിച്ചോണ്ട് അദ്ദേഹം ഇപ്പൊ അവളെ പഴയ രീതിയിലല്ല കാണുന്നത്. അതെനിക്കറിയാം. ഇവിടെ വന്നപ്പം വളരെ മോശമായിട്ടാണ് സാർ അവളോട് സംസാരിച്ചത്. എന്നുവെച്ചാ അതുപോലെ ആരും പൊറുക്കാത്തൊരു തെറ്റാണല്ലോ അവള് നിന്നോട് ചെയ്തത്. അതെ. ആ, ഇതിനിടയ്ക്ക് നമ്മുടെ ഉണ്ണി എന്നെ വിളിച്ചായിരുന്നു. അവൾക്കൊപ്പം ആരോ കാറിൽ സഞ്ചരിക്കുന്നത് അവൻ കണ്ടെന്ന്. ആ, അവനായിരിക്കും അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ. അതേപ്പറ്റിയൊക്കെ എന്തിനാ നമ്മൾ ചിന്തിക്കുന്നേ? അല്ല കണ്ണ, മുൻപ് സാഗർ അവളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാ ഫൈനാൻസിയേഴ്സിലേക്ക് വന്നത്. അതെന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതുപോലെ മറ്റാരെങ്കിലും ഇടയ്ക്ക് അവിടെ വന്നായിരുന്നോ? അവളുമായിട്ട് അങ്ങനെ ആരെങ്കിലും അടുപ്പത്തിലായിരുന്നോ? ഏയ്, അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അല്ല, നിനക്ക് ആരെയും സംശയമില്ലേ? ഇല്ല. എന്നാ എനിക്ക് സംശയം ഉണ്ടടാ നിന്നെ. ഞാൻ ഒരുപാട് ആലോചിച്ചു. എടാ, നമ്മൾ ആരും അറിയാതെ അവളുടെ മനസ്സ് കീഴടക്കിയത് ആരാണെന്ന്. ഒരാളെ ഞാൻ സംശയിക്കുന്നുണ്ട്. അതാരെയാ? ആ, അതുകൂടി പറയാനാ പുറത്തേക്ക് പോണോന്ന് ഞാൻ പറഞ്ഞത്. മഹാലക്ഷ്മിയെ മാത്രമല്ല, അവനെയും നമുക്കൊന്ന് കൈകാര്യം ചെയ്യണം. അല്ല, എന്നാ പിന്നെ പോവാം. അല്ല, നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? സുമേഷ് ഏട്ടൻ പുറത്തിപ്പോണ്ട്. വേണ്ടടാ, ആരും വേണ്ട. ദേ, നമ്മൾ രണ്ടാളും മതി. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞല്ലോ. വാ. സുമേഷേട്ടാ, ഞാനൊന്ന് പോയി നോക്കട്ടെ. കാലൻ്റെ അടുത്തേക്കല്ലേ സാറ് പോയിരിക്കുന്നത്. സുമേഷ് ഏട്ടാ, ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാം. സുമേഷ് ഏട്ടൻ വരണ്ട, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നതിന് ശേഷം എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടണം. അല്ല, ഞാനും കൂടെ വരട്ടെ സാറേ? വേണ്ട, മേഘൻ എന്നോടെന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. ഇവനിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇവൻ ഡ്രൈവ് ചെയ്തോളെന്നാ പറയുന്നത്. സാറേ, മേഘൻ സാറിന് സുഖമില്ലാത്തതല്ലേ? ഓ, അപ്പൊ പിന്നെ ഡ്രൈവറായ ഞാൻ കൂടെ വന്നാൽ എന്താ സാറേ കുഴപ്പം? ദേ, സുമേഷ് ഏട്ടന്റെ ബോസാണ് കണ്ണൻ. അങ്ങനെയുള്ളപ്പോ അവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കണം. അതല്ലാതെ അതിനെ കയറി ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. അല്ലേ കണ്ണ? സുമേഷ് ഏട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. വാടാ, വാ. അല്ല സാറേ, ഞാനും കൂടെ വരാം. അതെ, ഞാൻ കണ്ണനെ അപകടപ്പെടുത്താനൊന്നും അല്ല കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇവനോട് അങ്ങനെ ശത്രുതയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേ ഇവൻ എന്റെ ചങ്ക. പഴയ കണ്ണനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അവിടെ പിന്നെ നിങ്ങളൊന്നും എന്നെ സംശയിക്കണ്ട. കുറെ നാള് കണ്ണനും ആ വഴിതെറ്റികൾക്കും വേണ്ടിയിട്ട് കുറെ വളയം പിടിച്ചാണല്ലോ. അതുകൊണ്ട്
അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി കണ്ണനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. മഹാലക്ഷ്മി മാഡം വരുന്നതിന് മുമ്പും ഞാൻ കണ്ണൻ സാറിന്റെ ഡ്രൈവറായിരുന്നു. ഓ, എന്നാൽ അവള് വന്നതിന് ശേഷം എല്ലാവരെയും അവള് പാട്ടിലാക്കിയല്ലോ. കൂടുതൽ സംസാരിക്കേണ്ട മേഘ. പോകേണ്ടത് എവിടാണെന്ന് വെച്ചാ നമുക്ക് പോയിട്ട് വരാം. ശരി. ഈ പോക്കത്ര ശരിയല്ലല്ലോ. സാഗറെ, കുഴപ്പമില്ലേട്ടാ. ഇപ്പം തന്നെ ഞാൻ മാർക്കോയെ വിളിച്ച് വിവരം പറയാം. അവൻ കണ്ണൻ സാറും ലക്ഷ്മിയുടെയും തമ്മിൽ തെറ്റിയതുകൊണ്ട് തൽക്കാലം വേണ്ടാത്ത പണിയൊന്നും കാണിക്കില്ലെന്ന് വിചാരിക്കാം. അയാളെ വിശ്വസിക്കാൻ പറ്റില്ല സാഗറെ. കുഴപ്പമില്ല, ഞാൻ മാർക്കോയെ ഇപ്പം തന്നെ വിളിച്ചോളാം. ആ അല്ല, നീ ശരിക്കും എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്ന മേഘ? ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, വിജനമായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവനും നിന്നോട് പറയണം. എന്നാലേ മനസ്സിൻ്റെ ഭാരം കുറയും. ആ എന്താ നിനക്ക് ഇത്ര സങ്കടം? നമ്മൾ എത്തേണ്ടടുത്ത് എത്തട്ടെ, എന്നിട്ട് പറയാലോ. ജീവിതേ അങ്ങ് തരിശായി പോയി ചില സംഭവങ്ങളൊക്കെ കേട്ടിട്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാ സംഭവിച്ചിരിക്കുന്നത്. ചിലർക്ക് ഐശ്വര്യം വരുമ്പം മറ്റു ചിലർക്ക് അത് വല്ലാത്തൊരു വേദനയാ. ഇപ്പോ ആർക്ക് അങ്ങനെ ഒരു ഐശ്വര്യം വന്നത്? നീ ധൃതി കൂട്ടാതടാ. എടാ, ഞാൻ പറയാവടാ ആർക്കാ ഐശ്വര്യം വന്നതെന്ന്. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇവന്റെ മട്ടും ഭാവം കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. എടാ, നിനക്ക് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ലടാ കണ്ണ. നിനക്കിഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നീ മഹി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എടാ, അതൊക്കെ പറയാം, നീ ധൃതി കൂട്ടാതെ. മേഘന്റെ അടുത്തേക്ക് കണ്ണേട്ടം പോയതിന് എന്തിനാ മഹി താൻ ഇങ്ങനെ ടെൻഷനാവുന്ന? താനിത് കഴിച്ചേ. എനിക്കിപ്പോ ഒന്നും വേണ്ട ലേഖേ. അങ്ങനെ പറഞ്ഞ പറ്റില്ല, ഇതങ്ങോട്ട് കഴിക്കും മഹി. മഞ്ജു, സാഗരേട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു. കണ്ണേട്ടനെയും കൊണ്ട് മേഘം പുറത്തോട്ട് പോയിന്നാ പറഞ്ഞ. പുറത്തേക്കോ? ആ, ഡ്രൈവർ സുമേഷേട്ടനെ തോമസ് സാറിന്റെ വീട്ടിൽ നിർത്തിയിട്ടാ കണ്ണേട്ടനെയും കൊണ്ടവൻ പുറത്തേക്ക് പോയത്. അതെങ്ങനെ ശരിയാവും? അവനുള്ളപ്പോ കണ്ണേട്ടന് വീൽ ചെയറിലല്ലേ സഞ്ചരിക്കാൻ പറ്റൂ. പിന്നെ ആര് കാർ ഡ്രൈവ് ചെയ്യും? അവൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവൻ തന്നെയാ കാർ എടുത്തോണ്ട് പോയതെന്ന്. അവരെങ്ങോട്ടാ പോയെന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പുറത്തു പോയിട്ട് വരാന്നും പറഞ്ഞാ പോയത്.
സാഗരേട്ടൻ മാർക്കോയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാർക്കോ മിക്കവാറും അവരുടെ പിന്നാലെ പോയി കാണും. എനിക്ക് കണ്ണേട്ടനെ വിളിക്കാൻ പറ്റില്ല. ലേഖയ്ക്കും അങ്ങനെ തന്നെയാ. നീ ഒന്ന് വിളിക്കും മഞ്ജു കണ്ണേട്ടനെ. ഞാനിപ്പോ വിളിച്ച സംശയം തോന്നുവോ? അങ്ങനെ സംശയമൊന്നും തോന്നത്തില്ല. നിന്നോട് കണ്ണേട്ടന് പിണക്കൊന്നുമില്ലെന്ന് മേഘനറിയാം. എന്നാലും കണ്ണേട്ടൻ എന്നോട് പിണക്കമുള്ളത് പോലെയാ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നോട് പെരുമാറുന്നത്. അതുകൊണ്ട് കണ്ണേട്ടൻ എന്നോടും പിണക്കമുണ്ടെന്നാ മേഘന്റെയൊക്കെ വിചാരം. ഇപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല മഞ്ജു. നീ കണ്ണേട്ടനെ ഒന്ന് വിളിക്കേ. ഞാൻ വിളിക്കാം. ആരാടാ കണ്ണ വിളിക്കുന്നത്? ആ അത് പിന്നെ അവളാ മഞ്ജു. ഓ, എന്റെ മുറപ്പെണ്ണ്. അതിലുപരി എന്റെ മുൻ ഭാര്യ. അല്ല, അവള് നീയും തമ്മിൽ നല്ല ലോകത്തിലാണോ? ഏയ്, എനിക്ക് അവളോട് ഒരു ലോഹ്യമില്ല. ആ, അല്ലെങ്കിൽ തന്നെ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ നിനക്കിപ്പോ ദേഷ്യമാണല്ലോ അല്ലേ? ആ എടാ, എന്തായാലും അവളിപ്പോ വിളിച്ചതല്ലേ, നീ ഒന്ന് എടുക്ക്. അല്ല, എന്തിനാ വെറുതെ എടുക്കുന്നേ? ആ, ഒന്ന് എടുക്ക് കണ്ണാ. അതുകൊണ്ടിപ്പോ നഷ്ടമൊന്നുമില്ലല്ലോ. നീ എടുത്തിട്ടാവുന്ന ലൗഡ് സ്പീക്കറിലോട്ട് ഇട്. ആ, ഹലോ. ഞാനാ കണ്ണേട്ടാ. ഹലോ. നിന്നോട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ തന്നെ വിളിക്കുന്നേ? കണ്ണേട്ടാ, കണ്ണേട്ട ഇപ്പൊ എവിടെയാ? എവിടെങ്കിലും ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ? അല്ലടാ, എനിക്കൊപ്പമാണെന്ന് നിനക്ക് പറഞ്ഞൂടായിരുന്നോ? ഇപ്പൊ എനിക്കൊപ്പമാണ് ഇവൻ. കുറച്ച് കഴിയുമ്പോ ഇവൻ പരലോകത്തെത്തും. ഇവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. വിളിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലേ? എവിടേക്കാ പോയെന്നും പറഞ്ഞില്ലല്ലേ? ശബ്ദം കേട്ടിട്ട് കാറിൽ സഞ്ചരിക്കുവാന്നാ തോന്നുന്നേ. താൻ പേടിക്കണ്ട മഹി. മാർക്കോ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അവൻ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കാണൂലേക്കേ? അറിയുന്നെങ്കിൽ അറിയട്ടെ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലും കണ്ണേട്ടന്റെ തറവാട് സേഫ് അല്ലാത്തതുകൊണ്ട് താൻ ഇവിടെ നിന്നാ മതി, പ്രസവം കഴിയുന്നത് വരെ. അത് മതി എടുത്തി. പിന്നെ ഇടയ്ക്ക് എന്റെ വീട്ടിലോട്ടും വരാല്ലോ. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി അതിനെ കളയാൻ നോക്കിയ അമ്മയാ എന്റെ വീട്ടിലുള്ളത്. അങ്ങനെയുള്ളപ്പോ ഏട്ടത്തിയുടെ കുഞ്ഞ് ജനിക്കാൻ അവരൊക്കെ സമ്മതിക്കുവോ? അതിന് ഞാൻ കുഞ്ഞ് ജനിക്കുന്നവരെ എവിടെ വേണേലും നിന്നോളാം. ഇപ്പൊ കണ്ണേട്ടനെ അവൻ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയണം. മേഘനായതുകൊണ്ട് സംശയിക്കാതിരിക്കാനും ഭയക്കാതിരിക്കാനും പറ്റില്ല. സമയത്ത് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ മഹി. ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ കൂടി ഞാൻ പറഞ്ഞതാ, മേഘന്റെ അടുത്തോട്ട് പോകുന്നോണ്ട് മാർക്കോയെ ആ വിവരം അറിയിക്കാൻ. എന്നിട്ടും കണ്ണേട്ടനെ അറിയിച്ചില്ല. ഇപ്പൊ നടക്കാൻ കഴിയുന്നോണ്ട് കണ്ണേട്ടന് അമിത ആത്മവിശ്വാസം. കണ്ണേട്ടന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ചിട്ടേ മേഘനൊന്നും ചെയ്യാൻ പറ്റില്ല എടുത്തി. അവനിനി ആരെങ്കിലും അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിലോ? ഏതെങ്കിലും ഗുണ്ടകളെ? അവരുടെ അടുത്തേക്കാണ് കണ്ണേട്ടനെ കൊണ്ടുപോയതെങ്കിലോ? അങ്ങനെയെങ്കിൽ അവനും അവൻ വെച്ചിരിക്കുന്ന ഗുണ്ടകളും മാർക്കോയുടെ തല്ലുകൊണ്ട് ചാവും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
അല്ല മേഘ, നമ്മളെന്തിനാ ഇവിടേക്ക് വന്നേ? പറയാവിടെ മോനെ, നീ ഒന്ന് ഇറങ്ങ്. ഞാനിങ്ങനെ ഇറങ്ങാനാ? ഓ, പറഞ്ഞ പോലെ നിനക്ക് വീൽ ചെയറിന്റെ സഹായം ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ എടുത്തുതരാം.